ഹലോ, ലോ കോളേജ് ഹോസ്റ്റലാണോ? ബാബുവിനെ ഒന്ന് കിട്ടുമോ? കിട്ടുമല്ലോ. എന്ത് വിലക്കാണെങ്കിൽ എടുക്കും. ആരാ സംസാരിക്കുന്നേ? പേര് ചോദിക്കടാ. പേര് ചോദിക്കാം. ഹലോ, ഞാൻ പാവനാണ്. കസിനോ? അതെ അതെ, ഞാനറിയാത്ത കസിൻ. പേരെന്തിട്ടാ കുട്ടിയുടെ? പേര് മറിയമ്മ. ബാബുവിനെ വേഗം ഒന്ന് വിളിച്ചേ. ആ, വിളിക്കാം. ഓൾഡേ ഞാൻ റഹ്മാനാണ്. വിളിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. ജീവിതത്തിന്റെ വിധി. ഹലോ ഹലോ, ബാബു ആണോ? ഞാനാണ് വിനി. ആ, മറിയാമല്ലേ? നീ എപ്പോ വന്നു? ആ, വൈകുന്നേരം കാണാം. അവിടെ തന്നെ. മറിയാം കസിൻ. അതൊക്കെ ഉണ്ടടാ. ഇവിടെ നാർക്കെങ്ങനെ ക്രിസ്ത്യാനി കസിനാണ്. അതെ, എന്റെ അമ്മാവൻ പണ്ടൊരു ക്രിസ്ത്യാനി പെണ്ണ് പ്രേമിച്ച് കല്യാണം കഴിച്ചു. അതിലുണ്ടായതാ. എന്നെന്താ ചെവി എന്റെ അടുത്ത് ഈ വേല? അത് നമ്മുടെ കെയർ ഫ്രീ അല്ലേ? ഒന്ന് പോടാ. ചെവിയിൽ ആ കുന്ത്രാണ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവനും ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞേ. അല്ലേടാ, എടുക്കാൻ പറഞ്ഞു തോന്നണം. എങ്ങനെയാ ക്രിസ്ത്യാനി കസിനാവണേ? പാവുണ്ടേ വിനിയെ വിളിക്കുന്നതെന്ന് അറിയോ? എന്താ? കെയർ ഫ്രീ. അയ്യോ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് എന്താ എന്നോടത്തെ താല്പര്യം തോന്നാൻ. എന്തോ എനിക്കറിയില്ല. എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? വിനി, നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം വെറും ഒരു കോളേജ് റൊമാൻസ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ബാബു എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് എന്നെ കുറിച്ച് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും വെറുതെ ആഗ്രഹിച്ചുകൂടാ. എനിക്ക് മനസ്സിലായി ബാബു. എന്റെ വീട്ടിൽ എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ എന്തോ ഒരു കുറവ്. ആ കുറവ് എന്താണെന്ന് മനസ്സിലായത് ബാബുവുമായി അടുത്തതിന് ശേഷമാണ്. പറയാൻ എളുപ്പമാണ് കുട്ടി. അർഹിക്കാത്ത ആഗ്രഹിക്കുന്നവരുടെ അനുഭവം ദുഃഖമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ ദുഃഖം ബാബുവുമായി പങ്കിടാൻ ഞാൻ ഒരുക്കമാണ്. എന്താ എത്ര ധൃതി? കുറച്ചു നേരം കൂടി ഇരിക്കാമെന്നേ. നേരെ ഒരുപാടായി, നമുക്ക് പോവാം. മാത്യു സാർ ഇവിടെ ഇല്ലേ? സാറ് മോളിയുണ്ട്. നിങ്ങളാണോ ബാബു? അതെ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എന്റെ മകളെ ഞാൻ കോളേജിൽ അയക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. കണ്ട ആലവലാദികൾ അവളുടെ പുറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ലോ കോളേജിലെ തെമ്മാടികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മകൾ പഠിക്കുവാനാണോ കോളേജിൽ പോകുന്നതെന്ന് ചോദിക്കേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മകളോടാണ്. നിങ്ങളുടെ മകളുടെ പുറകെ ഒരു അലവലാതി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേ ലോ കോളേജിൽ പഠിച്ച തെമ്മാടികളാണ് ഇന്ന് നിങ്ങൾ ബഹുമാനിക്കുന്ന
സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ. അതിന് അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവനായിരിക്കണം, അല്ല നിന്നെ പോലുള്ള ഇരപ്പാളികളല്ലടാ. ഇത് പറയാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇനി എനിക്ക് പോവാമല്ലോ. പിന്നെ കൊട്ടാരത്തിൽ മാത്യൂസിന്റെ മഹത്വം കണ്ടിട്ടല്ല നിങ്ങളുടെ മകളെ ഞാൻ സ്നേഹിച്ചത്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, അത്രമാത്രം. കൊട്ടാരത്തിൽ മാത്യൂസിന്റെ മകളെ നീ സ്നേഹിക്കും, അല്ലടാ തെണ്ടി. എന്റെ മുറ്റി ഒഴിക്കുന്ന ചൂലിന്റെ വില കൊണ്ടോടാ നിനക്ക്? മിസ്റ്റർ മാത്യൂസ്, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ടാവും. ഇത് രണ്ടും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്, സംസ്കാരം. അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിച്ച ഭാഷയ്ക്ക് ഞാൻ മറുപടി പറയാത്തത്. ഓ, ഒരു സംസ്കാര സമ്പന്നൻ വന്നിരിക്കുന്നു. നിന്റെയൊക്കെ സംസ്കാരം കൊണ്ടാണടാ അനാഥാലയത്തിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാളിന്റെ മകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ അന്ന് നിനക്ക് എന്റെ തനിനിറം കാണേണ്ടി വരും. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കാണും, സംസാരിക്കും. പിന്നെ നിങ്ങളുടെ തനിനിറമല്ല, ഏത് നിറം മാറിയാലും എനിക്കൊരു ചുക്കുമില്ല. റാസ്കൽ! ഡാഡി കൈയോങ്ങിയത് ആരുടെ നേർക്കാണെന്നറിയാമോ? ഡാഡിയുടെ മകളുടെ ഭർത്താവിന്റെ നേർക്കാണ്. പിന്നെ അതെ ഡാഡി. നിനക്ക് ഇത്രയും ധിക്കാരമോ? ഇന്നു മുതൽ നീ എന്റെ മകളല്ല. Get out! നീ എന്തായി പറഞ്ഞത്? നിനക്ക് ഭ്രാന്തുണ്ടോ? ബാബുവും ഡാഡിയും തമ്മിലുള്ള സംസാരം മുഴുവനും ഞാൻ കേട്ടു. ഇതല്ലാതെ എന്റെ മനസ്സിൽ വേറൊന്നും തോന്നിയില്ല. അതുകൊണ്ട് എന്ത് അഭിപ്രായമാണ് നീ കാണിച്ചത്? ഞാൻ ചെന്ന് നിന്റെ ഡാഡിയോട് പറയാം. വേണ്ട, എന്റെ ഡാഡിയെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ബന്ധത്തെ ഡാഡി ഒരിക്കലും അംഗീകരിക്കില്ല. നമ്മളിനെ എന്ത് ചെയ്യും? എനിക്ക് യാതൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ബാബു ധൈര്യമായിരിക്കൂ, നമുക്ക് എവിടേക്കെങ്കിലും പോവാം. ഇതെല്ലാം കത്തിച്ചു കളയുക. അവളുടെ ഓർമ്മ പോലും ഇവിടെ അവശേഷിക്കരുത്. മാത്യൂസ് ഇതുവരെ തോറ്റിട്ടില്ല.